ഒരു ദിവസം ചെടിയേയും കണ്ടില്ലെങ്കിൽ ഒരു വിഷമം ഉണ്ട്. അതുകൊണ്ട് അത് പള്ളിയിലോട്ട് വരുന്നതിന് വേണ്ടി ഒരു പ്രേരണയും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പള്ളിമുറ്റത്ത് മനോഹരമായ പൂന്തോട്ടം തയ്യാറാക്കിയിരിക്കുകയാണ് ഒരു മുൻ അധ്യാപിക. ചെമ്മന്തൊട്ടി ഇടവകാംഗവും റിട്ടയർഡ് അധ്യാപികയുമായ ഷേർലി എം കുര്യനാണ് ചെമ്മന്തൊട്ടി പള്ളിയുടെ മുറ്റത്ത് മനോഹരമായ പൂന്തോട്ടം തയ്യാറാക്കിയിരിക്കുന്നത്. കാടുകൾ വളർന്ന സ്ഥലമാണ് ടീച്ചർ പൂന്തോട്ടമൊരുക്കി ദൃശ്യമനോഹരമാക്കിയത്. ഞാൻ ക്ലീനർക്കാരിയാണ്. സെൻറ് തോമസ് ഹൈസ്കൂൾ ക്ലീനർ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. 2014 റിട്ടയറായി. അതിനുശേഷം ഞങ്ങൾ ഭർത്താവിൻ്റെ നാടായ ചെമ്മന്തൊട്ടിക്ക് പോന്നു. വീട് വെച്ച് ഇങ്ങോട്ട് മാറുകയും ചെയ്തു. പള്ളി പുതുക്കി പണിത് കുറച്ച് നാളായുള്ളായിരുന്നു. ചെടികൾ വെച്ചിരുന്നതാണ്. പിന്നീട് അവിടെ ചെറിയ ഭാഗങ്ങളിലൊക്കെ പുല്ല് കയറി. ആ ചെത്തി പോലെയുള്ള ചെടികൾ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുമല്ലോ എന്നെനിക്കും തോന്നി. പിന്നെ മുൻവശത്തായിട്ട് 2 ഭാഗങ്ങൾ നല്ലതായിട്ട് പണിത 2 ഭാഗങ്ങളുണ്ടായിരുന്നു. അവിടെ തന്നെ ചെടി വെച്ച് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള കാരണം വേറൊന്നുമല്ല. പള്ളിയിലെന്നും ആൾക്കാർ അലങ്കരിക്കുന്ന സിസ്റ്റർമാർക്ക് ഇതൊരു ആവശ്യത്തിന് ഇല കിട്ടണം, എന്നും പൂവ് വേണം. വല്ലപ്പോഴും അത്യാവശ്യ കാര്യങ്ങൾക്ക് പൂവ് മേടിക്കാം. എന്നാലും എന്നും പൂവ് മേടിക്കുന്നത് അതൊരു വിഷമമുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുറേ ചെടികളും ശേഖരിച്ചു. അവിടെയുണ്ട്, കമ്പുകളൊക്കെ ഉണ്ട്. അതും അവിടുന്ന് പോകുന്നതിന് മുമ്പേ കുറേ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അത്രയും ആയല്ലോ എന്നാണ് എൻ്റെ മനസ്സിൽ വിചാരം വന്നത്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് മുത്തങ്ങ എന്ന് പറയുന്ന ചെടി അതിരൂക്ഷമായിട്ടുണ്ടായിരുന്നു. അതിനെ പറിച്ചു മാറ്റുന്നതിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറേയൊക്കെ കളച്ച് മാറ്റി ഇതിനുവേണ്ടി സഹകരിക്കുന്ന അച്ഛന്മാരും നല്ല മനസ്സ് കാണിക്കുന്നു. അതിന് സഹകരിക്കുന്ന അത്യാവശ്യം പറഞ്ഞാൽ സഹകരിക്കുന്ന കൈക്കാരന്മാരും മറ്റു ആൾക്കാരും ഉണ്ട്. എൻ്റെ കൂടെ സഹകരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. എനിക്ക് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ വെന്തി അവിടെ വീട്ടിൽ നട്ടായിരുന്നു. അതിൻ്റെ വിത്ത് ഉണ്ട്, കുറേ വിത്ത് എടുത്ത് വെച്ചതുകൊണ്ട് അങ്ങനെ അതിനെ പാകി. ഈ പൂക്കൾ കൃത്യം ഓണത്തിനൊക്കെ എല്ലാവരും വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. എന്നാലും പല സ്ഥലങ്ങളിൽ അവർ നട്ടാലും ആ കൃത്യസമയത്ത് ഇതായിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. പ്രത്യേകിച്ചും പൂക്കൾ അത്യാവശ്യം ഞാനും പൂക്കൾ വെച്ച് അലങ്കരിക്കുന്ന പണി എൻ്റെ കയ്യിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ വിഷമവും കഷ്ടതയും. ഇതിനു മുമ്പ് ഞാൻ പ്രവർത്തനം ചെയ്തിരുന്നത് മരത്തിൻ്റെ ചെടികൾ കേന്ദ്രം വെച്ചു. പക്ഷേ അത് സ്കൂളിൻ്റെ പണി വന്നപ്പോൾ അതിനെല്ലാം നീക്കം ചെയ്തപ്പോൾ അതിൻ്റേതായ വിഷമം എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ചെടിയേയും കണ്ടില്ലെങ്കിൽ ഒരു വിഷമം ഉണ്ട്. അതുകൊണ്ട് അത് പള്ളിയിലോട്ട് വരുന്നതിന് വേണ്ടി ഒരു പ്രേരണയും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെടിയും കൂടി വെച്ചപ്പം അല്ലാതെ പള്ളിയിൽ വരുന്നതിന് ഉത്സാഹമുണ്ട്. പള്ളിയിൽ ഒരു ദിവസം വന്നില്ലെങ്കിൽ വിഷമമുണ്ട്. താനൊരു ചങ്ങാത്തം ഉണ്ടെന്നാണ്. അതുകൊണ്ട് കർത്താവ് എന്നെ നടത്തുന്നുണ്ടെന്നാണ് എൻ്റെയും ബലമായ വിശ്വാസം. ഇത് തന്നെ ഇപ്പം ഒന്നും വിചാരിക്കാതെ വന്ന കാര്യങ്ങളാണ്. അത്രയും ചെയ്യാൻ പറ്റി ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നാണ് എൻ്റെ ബോധ്യം. ഇച്ചിരി പൊങ്ങി കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്ക് കളയ്ക്കണം, പുല്ല് മാറ്റണം, പിന്നെ വളം ചേർക്കേണ്ടതാണ്. പറ്റുന്ന പോലെ ചെയ്തു. റോസയ്ക്കൊക്കെ കൂടുതലും പരിചരണം വേണം. പിന്നെ വെന്തി തന്നെത്താനെ അങ്ങ് പൊങ്ങിക്കോളും. പിന്നെ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുന്നുണ്ട്. രാവിലെ വലിയ വെയിലുള്ളപ്പോൾ വെള്ളം ഒഴിക്കണം. കപ്പയാരായ അതിൻ്റെ സഹായിക്കുന്നുണ്ട്. പൂ കാണുമ്പോൾ നമ്മൾ കർത്താവിനെ ഓർക്കുന്നുണ്ട്. കൂടാതെ ഈശോയെ നമ്മളെപ്പോഴും പരിപാലിക്കുമ്പോൾ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ. അതാണ് എൻ്റെ ബോധ്യം. എനിക്ക് 67 വയസ്സായി. എന്നാലും അത്രയും വയസ്സുണ്ടെന്ന് ഞാൻ പരിഗണിക്കുന്നില്ല. പൂ വെച്ച് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. വീട്ടിൽ പൂ വെക്കുന്നത് ഇഷ്ടമാണ്. എൻ്റെ പേര് ഫാദർ ബിനീഷ്. വീട്ടൂർ വലിയപറമ്പിൽ നിന്നാണ്. ഞാൻ ചെമ്മന്തൊട്ടി ഫൊറോനാപ്പള്ളിയുടെ അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ ചെമ്മന്തൊട്ടി വന്നിട്ട് ഇപ്പോൾ 8 മാസത്തോളം ആയി. 8 മാസം കഴിയാറായി. ഞാൻ വന്ന കാലം തൊട്ട് എല്ലാ ദിവസവും തന്നെ 2 അമ്മമാരെ ഈ ദേവാലയത്തിൻ്റെ കുർബാനയ്ക്കാണെങ്കിൽ അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും പോയാലും ഒരുപാട് നേരം 2 അമ്മമാർ മറ്റാരോടൊന്നും പറയാതെയോ അല്ലെങ്കിൽ ആരോടൊന്നും സംസാരിക്കാതെയോ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല, തന്നെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം 2 അമ്മമാർ എന്നിവിടെ ഈ പൂന്തോട്ടത്തിൽ
പണിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരുടെ നിർബന്ധം കൊണ്ടോ ഒന്നുമല്ല, അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ വീട്ടിലൊക്കെ പോയൊരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണ്. അവരുടെ വീട്ടിലൊന്നും ഇത്രയും ചെടികളോ പൂക്കളോ ഒന്നുമില്ല. ഇപ്പോൾ വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഷേർലി ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ടീച്ചറിൻ്റെ വീട്ടിൽ ഒത്തിരി സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ പൂക്കളൊക്കെ ചെടികളൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ അത് പലതും ഈ ദേവാലയത്തെ അത്ര മനോഹരമല്ല. ടീച്ചറിന് കൂടുതൽ സാഹചര്യം വീട്ടിലുണ്ടായിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ വീട്ടിലെ ചെടികളെയൊക്കെ പരിപാലിക്കാൻ ടീച്ചർക്ക് ഒരുപാട് അവസരം ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഓരോ ദിവസത്തിൻ്റെയും കൂടുതൽ സമയം ദേവാലയത്തിൽ തന്നെ ആയിരിക്കുകയും ഈ ഇവിടുത്തെ ചെടികൾ വളരെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു ടീച്ചറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ഞാൻ വികാരിച്ചനോട് സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ആരും ഒന്നും പറഞ്ഞതുകൊണ്ടോ ആരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടോ ഒന്നുമല്ല. ആരോടും ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാറില്ല, ആരോടും ഇതിനെപ്പറ്റി കൂടുതൽ പറയാറില്ല. എന്തിനാണെന്നോ എവിടെ നിന്ന് വന്നോ അല്ലെങ്കിൽ ചെടികളുടെ അധ്വാനത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളോ ഒന്നും ആരെയും അറിയിക്കാറൊന്നുമില്ല. ഇവർ തന്നെ ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ രാവിലെ പള്ളി വരുന്നു, എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നവരാണെന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഈ കുർബാന കഴിഞ്ഞ പാടെ ബാക്കി എല്ലാവരും തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇവർ മാത്രം ഈ ഒരു ദേവാലയത്തെ സ്വന്തം വീടായിട്ട് കണ്ടുകൊണ്ട് ഇതിൽ അത്രത്തോളം അധ്വാനിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മുടെ പള്ളിയുടെ പ്രത്യേകത അനുസരിച്ച് കൂടുതൽ ഓപ്പണിംഗ് ഉള്ളത് പുറകിൽ കൂടെ. അപ്പോൾ എല്ലാവരും വരുന്നത് ഈ പുറകിൽ കൂടെ എല്ലാ ഒരു സാഹചര്യത്തില്ല. അപ്പം നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് അത്ര ഓപ്പണിംഗ് ഇല്ല. അപ്പോഴത്തേനും പിന്നീടാണ് ഈ മുമ്പശം എല്ലാവരും ശ്രദ്ധിക്കുകയും ഇത്രത്തോളം ഒരു മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടം ഇവിടെ ഉണ്ടെന്ന് പലരും അറിഞ്ഞു തുടങ്ങിയത്. ഞാനും വളരെ വൈകി ചേച്ചി എൻ്റെ അടുത്ത് വന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചു. ഈ ഫോട്ടോ ഞാൻ പിന്നീട് പത്രത്തിൽ കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ വലിപ്പം എനിക്ക് മനസ്സിലാകുന്നു. രണ്ടുപേരും റിട്ടയർഡൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ പ്രായമൊക്കെ ആയിട്ടുള്ളവർ, അത്രത്തോളം ആരോഗ്യം സമ്മതിക്കാത്തവരോ അല്ലെങ്കിൽ അത്രത്തോളം ഇതിനു വേണ്ടിയൊക്കെ കായികക്ഷമമുള്ളവരൊന്നും അല്ല. എന്നാൽ പോലും അവരുടെ ഏറ്റവും വലിയ ചിന്ത എന്നുള്ളത് ദൈവത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തം സാഹചര്യത്തിൽ ഒരു പൂ നിൽക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ, ഒരു ചെടി വളരുന്നതിനെക്കാട്ടിലും കൂടുതൽ ദേവാലയത്തിൽ വളരുകയും അല്ലെങ്കിൽ ദേവാലയത്തിൽ അത്രത്തോളം മനോഹരമാക്കുകയും അൽത്താരയിൽ ആ പൂക്കളെ കാണുമ്പോൾ അതിലൊരു സന്തോഷം കണ്ടെത്തുവാനും അവർ ശ്രമിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു അധ്വാനിക്കുവാനും അതിനൊക്കെ ഉള്ളൊരു ആരോഗ്യം കിട്ടുന്ന. ഒരിക്കലും അവരുടെ ശരീരം യോജിക്കുന്നില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷേ അവരുടെ മനസ്സ് അത്രത്തോളം ദൈവത്തിലേക്ക് അടുത്തിരിക്കുന്നവരാണെന്നുള്ളതിനുള്ള ഉദാഹരണമാണ് അവർ പ്രകാരം ദേവാലയത്തിന് വേണ്ടിയിട്ട് ഇത്രത്തോളം അധ്വാനിക്കുക, അല്ലെങ്കിൽ ദേവാലയത്തെ മനോഹരമാക്കുക എന്നുള്ള അവർ അത്രത്തോളം ശ്രമിക്കുന്നത്. സ്വന്തം അധ്വാനം കൊണ്ട് അവർക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മൾ പലർക്കും ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. ഈ സ്വന്തം ദേവാലയത്തെ സ്വന്തം വീടായിട്ട് കാണുവാനും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദേവാലയം ദൈവത്തിൻ്റെ ആലയം നമ്മുടേതുകൂടെ ആണെന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ അമ്മമാരൊക്കെ ഇപ്രകാരം ചെയ്യുന്നത്. ഇവിടുന്ന് കാഞ്ഞിരക്കത്തേക്ക് സ്ഥലം മാറിപ്പോയ ഫാദർ തോമസ് പള്ളിക്കലച്ഛൻ കുറേ ചെടികൾ വെച്ചിരുന്നു. അച്ഛൻ പല സ്ഥലത്തു നിന്നും കിട്ടുന്ന ചെടികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയും ഇവയെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് അച്ഛന് സ്ഥലമാറ്റം വന്നത്. അച്ഛൻ ചെടിയുടെ ഒരാളായിരുന്നു. പിന്നീട് അച്ഛൻ കുറച്ച് ചെടികൾ ഇടയ്ക്ക് കൊണ്ടുതരികയും ചെയ്തു. രാവിലെ വന്ന് ദേവാലയത്തിലെ കുർബാന കാണാതെ, അല്ലെങ്കിൽ ദേവാലയത്തിലെ കുർബാനയിൽ നിന്നുള്ള ശക്തി സ്വീകരിക്കാതെ ഒരിക്കലും ഈ ഒരു പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങുന്നില്ല. ആ ഒരു ശക്തിയിലൂടെ പൂന്തോട്ടത്തിലോട്ട് വരികയും ഒരു സാധാരണ ഒരു മനുഷ്യന് പോലും ഒരു 10-11 മണി വരെ കാപ്പി കുടിക്കാതൊക്കെ നിൽക്കാനൊന്നും പാടാം. പക്ഷേ അതൊക്കെ വകവയ്ക്കാതെ വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു പ്രവൃത്തി ചെയ്യുകയും എന്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തോടുള്ള സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുള്ള വലിയൊരു കാര്യമാണ്. ഈ പൂക്കളൊക്കെ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഷേർലി പറഞ്ഞ് ഓർക്കുന്നുണ്ട്, അൽത്താരയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് കാണുമ്പോഴുള്ളൊരു സന്തോഷം. അത് വലിയൊരു ആത്മീയത നമുക്കൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം അൽത്താരയിലേക്ക് എത്തുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുക, അല്ലെങ്കിൽ ദൈവത്തിന് നമുക്ക് ഏറ്റവും നല്ലത് സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പഴയ നിയമം തൊട്ട് കാണുന്ന വലിയൊരു ആധ്യാത്മികതയാണ്. നമുക്ക് നമ്മുടെ ആയിരിക്കുന്ന പരിമിതി കൊണ്ട് എത്രത്തോളം നമുക്ക് നൽകാൻ സാധിക്കും, അത് ഏറ്റവും വലുത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമയവും അല്ല അവൻ്റെ സാഹചര്യമൊക്കെ, അതൊക്കെ ദൈവത്തിന് വേണ്ടി പ്രായമോ ആരോഗ്യമോ ഒന്നും നോക്കാതെ നൽകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആധ്യാത്മികത. ഷേർലി ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തികളാണ് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഇത് വലിയ അധ്വാനത്തിൻ്റെ പിന്നിൽ വലിയൊരു സുവിശേഷ പ്രഘോഷണമുണ്ടെന്നാണ് വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങളും ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദേവാലയത്തെയും ദൈവത്തെയും ഒക്കെ അത്രത്തോളം സ്നേഹിക്കുവാനും ചേർന്ന് നിൽക്കുവാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.